നിലാവേ മായുമോ എന്നാണ് ചോദ്യമെങ്കിൽ നിലാവിനും ഒരിക്കൽ മായേണ്ടി വരും. പക്ഷേ നിലാവ് മായരുത് എന്ന് എത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും നിലാവ് മായുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ അദ്ദേഹം ഈണം നൽകിയ ഗാനങ്ങളിലെ വരികളും അതിൻ്റെ ഈണവും നമ്മുടെ മനസ്സിലേക്ക് മായല്ലേ മറയല്ലേ എന്നുള്ള നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നല്ല കലാകാരന്മാരെയും കലാകാരികളെയും സംബന്ധിച്ചിട്ട് അവർ ഇല്ലാതാകുമ്പോൾ അവർ ഇല്ലാതാകുന്നില്ല എന്നും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തെളിയിക്കുന്നത് അവർ ചെയ്തു വച്ച സർഗാത്മകമായ പ്രവൃത്തികളുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യക്കാരും പ്രവാസികളും അടക്കം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന SP വെങ്കടേഷിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഒരർത്ഥത്തിൽ പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചുവെന്നും ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യമെന്നും 70 വയസ്സായിരുന്നു എന്നുമൊക്കെയുള്ള വാർത്ത ഇന്ന് വന്ന നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം എന്നിവയേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ സംഗീതം മാത്രം നമ്മളുടെ മനസ്സിലേക്ക് തിരികെ വരുന്നൊരു അവസ്ഥയുണ്ട്. അത് എല്ലാ നല്ല കലാകാരന്മാരെ സംബന്ധിച്ചിട്ടും ആ അർത്ഥത്തിലാണ്. എനിക്ക് ഒരു 10 മിനിറ്റും ഒരു ഗിറ്റാറും മാത്രം മതി, അതുണ്ടെങ്കിൽ എവിടെ വെച്ചും ഈണം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിനയത്തോടുകൂടി SP വെങ്കടേഷ് പറഞ്ഞതിൻ്റെ ഓർമ്മ പ്രശസ്ത നിരൂപകനായ, സംഗീത നിരൂപകനായ രവി മേനോൻ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഗിറ്റാർ എനിക്ക് തരിക, ഒരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ട് തരിക, ആ നിമിഷം ഞാൻ പുതിയൊരു ഈണമുണ്ടാക്കാം എന്ന് പറയുന്നിടത്ത് അത്രമേൽ സർഗാത്മകത സദാ ഉള്ളിൽ നിറഞ്ഞിരുന്ന, തുളുമ്പിയിരുന്ന വ്യക്തിത്വമായിരുന്നു SP വെങ്കടേഷിൻ്റേതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. അങ്ങനെ സർഗാത്മകത എന്ന് പറയുന്നത് ആലോചിച്ച് പ്രത്യേക സാഹചര്യമൊരുക്കി ഏറെ സമയമെടുത്ത് ഉണ്ടാവുന്ന ഒന്നാണോ അല്ലയോ എന്നതിലുപരി എപ്പോഴും അതിനുവേണ്ടി തുള്ളിത്തുളുമ്പി നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു SP വെങ്കടേഷിൻ്റേത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെങ്കടേഷ് യുഗം എന്നുള്ളതാണ്. വെങ്കടേഷിൻ്റേതൊരു യുഗമായിരുന്നു, സംഗീതത്തിലെ ഒരു യുഗമായിരുന്നു. ആ യുഗം ഇനി ഇല്ലാതായിത്തീരുന്നു. ആ യുഗം ഒരു ഓർമ്മയായിട്ട് മാറുന്നു. ആ ഓർമ്മയിലൂടെ ആ യുഗം തുടരാൻ പോകുന്നു എന്നുള്ളതാണ് SP വെങ്കടേഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇതിൽ നിരൂപകനായിട്ടുള്ള രവി മേനോൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് തുടർക്കഥ എന്നുള്ള സിനിമയുടെ ഉദാഹരണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ONV ആയിരുന്നു ആ ചിത്രത്തിലെ ഗാനരചയിതാവ്. ആ ചിത്രത്തിലെ 4 ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിര വരവായി, അതേപോലെ അളകാപുരിയിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്, മഴവില്ലാടും എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്, ശരറാന്തൽ പൊന്നും പൂവും എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഈ പടത്തിലെ 4 ഗാനങ്ങളും എഴുതി തീർത്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു ONV കുറുപ്പ്. അപ്പോൾ കമ്പോസിങ് കഴിഞ്ഞിട്ട് എല്ലാവരും AVM സ്റ്റുഡിയോയിലെ ഡൈനിങ് റൂമിൽ വന്നിരുന്ന സമയത്ത് വെങ്കടേഷിനോട്, SP വെങ്കടേഷിനോട് സംവിധായകൻ ഡെന്നിസ് ജോസഫ് ഒരു ആഗ്രഹം പറയുകയുണ്ടായി. ഗിറ്റാറിൽ എന്തെങ്കിലും ഒരു പീസ് വായിച്ച് കേൾപ്പിക്കണം എന്ന്. ഗിറ്റാറിൻ്റെ രാജകുമാരനാണ് വെങ്കടേഷ് എന്നാണ് ഇതിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സിത്താറിൻ്റെയും വീണയുടെയും ശബ്ദം വരെ ആ ഉപകരണത്തിൽ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. പല ഘട്ടങ്ങളിലും അങ്ങനെ സൃഷ്ടിച്ച് കേട്ടിട്ടുണ്ട് എന്ന് ഡെന്നീസ് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെങ്കടേഷ് അവിടെ ഇരുന്നിട്ട് ഒരു ഗിറ്റാറിൽ ഒരു പീസ് വായിച്ച് കേൾപ്പിച്ചു. ഒരു ചെറിയ മ്യൂസിക്കൽ ബിറ്റായിരുന്നു ആ വായിച്ച് കേൾപ്പിച്ചത്. വെറുതെ ഒരു രസത്തിന് വേണ്ടി വായിച്ചതാണെങ്കിലും ആ സംഗീത ശകലം ഡെന്നീസിൻ്റെ മനസ്സിനെ തൊട്ടു. ഇത് ഒരു പാട്ടാക്കി മാറ്റിയിട്ട് സിനിമയിൽ ഉപയോഗിക്കണമെന്ന് ആ നിമിഷം ഉറച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം. അതായത് മുൻകൂട്ടി തൻ്റെ ചിത്രത്തിന് വേണ്ടി ഈണമുണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. തമാശയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒരു ഈണം ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അത് തന്നെ ആ സിനിമയിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതിൻ്റെ ഓർമ്മയാണ് പങ്കുവെച്ചത്. അപ്പോൾ എയർപോർട്ടിലേക്ക് തിടുക്കത്തിൽ പോകാൻ ഒരുങ്ങി നിന്ന ONV കുറിപ്പിനെ അനുനയിപ്പിച്ചിട്ട് ഈണത്തിനനുസരിച്ചിട്ട് ഒരു പല്ലവി എഴുതി വാങ്ങിയതിൻ്റെ കഥ ഇന്ന് രവി മേനോൻ ഓർക്കുകയുണ്ടായി. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത്, ആദ്യം തെല്ലൊന്നും അടിച്ചെങ്കിലും ഒടുവിൽ കവി വഴങ്ങി ONV കുറിപ്പ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള SP വെങ്കടേഷിൻ്റെ ആ ഈണത്തിന് ഒപ്പിച്ച് വരികൾ എഴുതാൻ നിന്ന നിൽപ്പിൽ തന്നെ ഈണം ഇട്ടു. ആ ഈണം കേട്ടിട്ട് 2 വരികൾ മൂളിക്കൊടുത്തു ONV. ബാക്കി വരികൾ നാട്ടിലെത്തിയിട്ട് ഫോണിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ആ വാഗ്ദാനവുമായിട്ട് ഉടനടി ONV കുറിപ്പ് സ്ഥലം വിടുകയും ചെയ്തു. പിന്നീട് കവി വാക്ക് പാലിച്ചു. SP വെങ്കടേഷിൻ്റെ ഇൻസ്റ്റൻ്റ് ഈണത്തിനൊത്ത് ONV മനസ്സിൽ നിന്ന് മൂളിക്കൊടുത്ത പല്ലവി ഇവയായിരുന്നു. മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ, കാണാത്ത കാട്ടിൽ ഏതോ നീലക്കടമ്പുണ്ടോ. ഇത് 91-ലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൊന്നായിട്ട് മാറിയതാണ്. NG ശ്രീകുമാറും ചിത്രയും പാടിയ ആ പാട്ടിന് ഇന്നത്തെ തലമുറയിൽ പോലും ആരാധകരുണ്ട്.
മറ്റൊരു സംഭവം എറണാകുളത്ത് കിഴക്കൻ പത്രോസ് എന്ന സിനിമയുടെ പൂജാവേളയിൽ തിരക്കഥാകൃത്തായിട്ടുള്ള ഡെന്നിസ് ജോസഫിന് വെങ്കിടേഷ് ഗിറ്റാറിൽ വായിച്ചു കേൾപ്പിച്ച ഒരു കൊച്ചു സംഗീത ശകലത്തിൽ നിന്നാണ് പാതിരാക്കിളി വരൂ പാൽക്കടൽ കിളി എന്ന ഹിറ്റ് ഗാനത്തിൻ്റെയും പിറവി. ആ ഈണത്തിൽ നിന്ന് ഒരു മുഴുനീള ഗാനം ഉണ്ടാക്കിയാലോ എന്ന ഡെന്നിസിൻ്റെ നിർദ്ദേശം ശിരസാ വഹിക്കുന്നു ഇൻസ്റ്റൻറ്റ് ട്യൂൺ മേക്കറായിട്ടുള്ള വെങ്കിടേഷ്. ONV കുറുപ്പിൻ്റെ ലളിതമായിട്ടുള്ള വരികളും യേശുദാസിൻ്റെ ഗന്ധർവനാദവും കൂടി ചേർന്നതോടുകൂടി 1990കളിൽ കേട്ട ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഓണപ്പാട്ടായിട്ട് അത് മാറി. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. പാട്ടിന് പറ്റിയ സന്ദർഭമില്ല കഥയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ പാട്ട് ഉപേക്ഷിക്കാൻ മനസ്സൊട്ട് സമ്മതിക്കുന്നുമില്ല. ഒടുവിൽ ഡെന്നീസും സംവിധായകൻ സുരേഷ് ബാബുവും പാതിരാക്കിളിയെ സിനിമയുടെ ശീർഷക ഗാനമാക്കാൻ തീരുമാനിക്കുന്നു. അതായത് ടൈറ്റിൽ സോങ് ആക്കാൻ തീരുമാനിക്കുന്നു. അവസാന നിമിഷം തികച്ചും യാദൃശ്ചികമായിട്ട് സിനിമയിലേക്ക് ഇടിച്ചു കയറി വന്ന പാതിരാക്കിളിയാണ് കിഴക്കൻ പത്രോസിൽ ഏറ്റവും ഹിറ്റായത് എന്നത് മറ്റൊരു കൗതുകമാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ള സിനിമയുടെ വീഡിയോയിൽ നിന്ന് പ്രധാന ശീർഷകങ്ങൾക്കൊപ്പം ഈ ഗാനം ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. കഥ തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവിമേനോൻ എഴുതുന്നത്, പാട്ട് കേട്ട് ഡെന്നീസിനെ ആവേശപൂർവ്വം വിളിച്ചവരിൽ ഒരാൾ സംവിധായകൻ പ്രിയദർശനായിരുന്നു എന്നാണ്. അത്രയും നല്ലൊരു പാട്ട് ടൈറ്റിലിൽ ഒതുക്കിക്കളഞ്ഞതിൽ പ്രതിഷേധമുണ്ടായിരുന്നു പ്രിയന്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ ട്യൂൺ എൻ്റെ സിനിമയിൽ ഉപയോഗിക്കും, അപ്പോൾ നിങ്ങളാരും മറുത്ത് പറയരുത് എന്ന് അന്ന് പ്രിയദർശൻ പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിച്ചു പ്രിയദർശൻ. സംഗീത സംവിധായകൻ വെങ്കടേഷിൻ്റെ അനുമതിയോട് കൂടിയിട്ട് തന്നെ സാത്ത് രംഗക്കെ സപ്നെ എന്ന തൻ്റെ ചിത്രത്തിൽ പാതിരാക്കിളിയുടെ ട്യൂൺ ഉപയോഗിച്ചു അദ്ദേഹം. ഉദിത് നാരായണൻ പാടിയ ജൂട്ട് ബോൽന എന്ന ആ ഗാനം പുറത്തു വന്നത് നദീം ശ്രാവണിൻ്റെ ക്രെഡിറ്റിലാണ് എന്ന് മാത്രം. പക്ഷേ പരാതിയൊന്നും പറഞ്ഞില്ല പൊതുവേ സമാധാനപ്രിയനായിട്ടുള്ള വെങ്കടേഷ്. ഗർദിഷിൽ തുടങ്ങി പ്രിയൻ്റെ എത്രയോ ഹിന്ദി ചിത്രങ്ങൾക്ക് റീറെക്കോർഡിംഗ് നിർവഹിച്ചിട്ടുള്ളതും വെങ്കടേഷാണ്. ബംഗാളി സിനിമയിലേക്ക് വെങ്കടേഷിന് വഴി തുറന്നു കൊടുത്തതും ഈ ബോളിവുഡ് ബന്ധം തന്നെയാണ്. വെങ്കടേഷിൻ്റെ വിയോഗത്തോടുകൂടി ഓർമ്മയാകുന്നത് മലയാള സിനിമാ സംഗീതത്തിലെ മധുരോദാരമായ ഒരു യുഗമാണ് എന്നാണ് രവി മേനോൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഹിറ്റ്ലർ അടക്കമുള്ള സിനിമകളിലെ ഗാനങ്ങൾ, കിലുക്കം, ധ്രുവം, ജോണി വാക്കർ, മിന്നാരം, ഇങ്ങനെ എത്രയോ ചിത്രങ്ങളിലായിട്ട് 150-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നു. രാജേഷ് ശ്രീനിവാസൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് വെങ്കടേഷിൻ്റെ ഈ നിര്യാണത്തെ ഓർക്കുകയാണ്. MS 1980-ഉം 1990 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തിളങ്ങിയെന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു SP വെങ്കടേഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 150-ലധികം ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം മലയാളത്തിൽ സംഗീതമൊരുക്കിയത്. അതിൽ തന്നെ എല്ലാ ചിത്രങ്ങളും ഒരു സൂപ്പർ ഹിറ്റിലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കിലുക്കം, മിന്നാരം, ജോണി വാക്കർ, കൗരവർ, സ്ഫടികം, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഹിറ്റ്ലർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം ഈണമൊരുക്കിയിരുന്നത്. അവസാനം ഇറങ്ങിയ വെള്ളേപ്പം എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹം അവസാനമായിട്ട് സംഗീതം പകർന്നത്. ഇത് ഒരു ദിവസം തന്നെ 6 ഗാനം വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന റെക്കോർഡും SP വെങ്കടേഷ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഈ 1983-ൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് SP വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് പ്രമുഖ സംവിധായകരുടെ ഭരതൻ, അതുപോലെ തന്നെ പ്രിയദർശൻ, ജോഷി അടക്കമുള്ള നിരവധി പ്രമുഖ സംവിധായകർ കൂടെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ തന്നെയാണ് SP വെങ്കടേഷ് മലയാള സിനിമയിലേക്ക് സമ്മാനിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൈതൃകം എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന നിരവധി ഗാനങ്ങൾ ഒരുക്കിയ ഒരു സംഗീത സംവിധായകനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. 150-ലധികം ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം മലയാളത്തിൽ സംഗീതം ഒരുക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും ഇദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഈ 90 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇറങ്ങിയ മിക്ക ആക്ഷൻ ഹീറോ ചിത്രങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതം നിർണായകമായിരുന്നു. കൗരവർ തുടങ്ങി ധ്രുവം, സ്ഫടികം, കിലുക്കം തുടങ്ങി നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നത്. ഈ ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങളിൽ
ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കി പ്രേക്ഷകരെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഗാനത്തിനൊരു നിർണായക പങ്കുണ്ടായിരുന്നു. 1985 2000 കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയിലേക്ക് സമ്മാനിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ബംഗാളി ഭാഷകളിലും ഇദ്ദേഹം ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ഇദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. 1968 വിവിധ ഭാഷകളിലായി സിനിമയിൽ ഓർക്കസ്ട്രയിൽ ഇദ്ദേഹം അംഗമായിരുന്നു. തുടർന്നാണ് പിന്നീട് 1971 സംഗീത സംവിധായകനായിട്ടുള്ള വിജയ് ഭാസ്കറിനൊപ്പം ഇദ്ദേഹം സംഗീത സംവിധാന ലോകത്തേക്ക് കടക്കുന്നത്. അങ്ങനെ 80ൻ്റെ തുടക്കത്തിലാണ് ഇദ്ദേഹം ചിത്രങ്ങളിൽ ആദ്യം തമിഴ് ചിത്രങ്ങളിലേക്കായിരുന്നു. പിന്നീട് 1983 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുന്നു. രാഘവ മാസ്റ്റർ അടക്കമുള്ള പ്രമുഖ ആളുകളോടൊപ്പം ഇദ്ദേഹം പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. 90കളിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളില്ലാത്ത സിനിമകളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം 6ലധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ആളും കൂടിയാണ്, അല്ലെങ്കിൽ ആ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധാനം കൂടിയാണ് SP വെങ്കടേഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ദ്രജാലം, പൈതൃകം, തുടക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കിലുക്കം, ഹിറ്റ്ലർ, സോപാനം, കാബൂളിവാല, മിന്നാരം, സ്ഫടികം തുടങ്ങിയ നിരവധി ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലേക്കും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെത്തി അത് പ്രേക്ഷകർ വലിയ ഇതിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. ഈ അവസാനമിറങ്ങിയ വെള്ളേപ്പം എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി ഈ സംഗീതമൊരുക്കിയിട്ടുള്ള ചിത്രം. ഈ 90-80 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 80-90 കാലഘട്ടത്തിൽ ഈ മലയാള സിനിമയിൽ ഒരു നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നാണ്. സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ കാബൂളിവാല അടക്കമുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ അതെല്ലാം പ്രേക്ഷകർ എന്നും ഓർത്തെടുക്കും എന്നാണ്. ഈ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന നിരവധി ചിത്രങ്ങൾക്ക് ഈണം പകർന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് SP വെങ്കടേഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. MG ശ്രീകുമാറിൻ്റെ ശബ്ദത്തിലൂടെ പല തവണ SP വെങ്കടേഷിൻ്റെ ഈണം ഗാനമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ MG ശ്രീകുമാർ ഇന്ന് ഓർത്ത് വെച്ച് പറയുന്നത് ഒരുപാട് ഓർമ്മകളും അങ്ങയുടെ വേർപാടിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖവും എന്നാണ്. എത്ര ആയിരം പാട്ടുകൾ അങ്ങ് മലയാള സിനിമയ്ക്ക് നൽകി, എല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. അതിലെത്രയോ പാട്ടുകൾ പാടാൻ എനിക്കും സാധിച്ചു. അതെൻ്റെ ജന്മപുണ്യമായിട്ട് കരുതുന്നു. അങ്ങയുടെ പാട്ടുകൾ ഈ ലോകാവസാനം വരെ മലയാളികൾ ഏറ്റുപാടും. കണ്ണീരോടെ വിട പറയുന്നു. ആദരാഞ്ജലികൾ എന്നാണ് MG ശ്രീകുമാർ ഇന്ന് ആദരാഞ്ജലി അർപ്പിച്ച് എഴുതിയിരിക്കുന്നത്. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നല തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. ജോഷി സംവിധാനം ചെയ്ത ശ്യാമ എന്ന സിനിമയുടെ റീറെക്കോർഡിംഗ് ചെന്നൈയിൽ നടക്കുന്ന സമയത്തെക്കുറിച്ച് കൂടി ഇന്ന് SP വെങ്കടേഷിൻ്റെ ഈ നിര്യാണ വേളയിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഓർമ്മക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഈ ജോഷി സംവിധാനം ചെയ്തിട്ടുള്ള ശ്യാമ എന്ന സിനിമ അതിൻ്റെ റീറെക്കോർഡിംഗ് ആണ് ചെന്നൈയിൽ നടക്കുന്നത്. ശ്യാമാണ് ആ സിനിമയുടെ പശ്ചാത്തല സംഗീതം ചെയ്യുന്നത്. അന്ന് വളരെയേറെ തിരക്കുള്ള സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം റീറെക്കോർഡിങ്ങിന് വന്നത് ശ്യാമിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ്.
തിരക്കഥ എഴുതുന്ന ഡെന്നിസ് ജോസഫ് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ജോഷിയുടെ കൂടെ തന്നെയുണ്ട്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പകരക്കാരനായിട്ട് വന്ന ആളെ കണ്ടപ്പോൾ ഡെന്നിസ് ജോസഫ് ജോഷിയോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവുമോ? ചെന്നൈ സിനിമാ ലോകത്തെ അരച്ച് കലക്കി കുടിച്ച ജോഷി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, അയാൾ ചെയ്യും, മിടുക്കനാ. ശ്യാമ എന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള രംഗങ്ങൾക്ക് പശ്ചാത്തല സംഗീതം നൽകുന്നത് കണ്ടപ്പോൾ ഡെന്നിസ് ജോസഫിന് അയാളെ അങ്ങ് ബോധിച്ചു. ഇടവേളയിൽ അടുത്ത് ചെന്ന് ചോദിച്ചു, സ്വന്തമായിട്ട് ഏതെങ്കിലും സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നും അസിസ്റ്റൻ്റായി നിൽക്കുന്നത് കൊണ്ട് ധാരാളം വർക്കുകൾ കിട്ടുന്നുണ്ടെന്നും അത് കളയാൻ താല്പര്യമില്ല എന്നും മറുപടി. ആ വർഷം തന്നെ തമ്പി കണ്ണന്താനം മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഡെന്നിസ് ജോസഫ് പുതിയൊരു സംഗീത സംവിധായകനെ പരീക്ഷിച്ചാലോ എന്ന് തമ്പിയോട് ചോദിച്ചു. ആരാ ആള് എന്ന ചോദ്യത്തിന് അന്നത്തെ മ്യൂസിക് അസിസ്റ്റൻറ്റിൻ്റെ പേരും പറയുന്നു. ജോഷിയെപ്പോലെ തന്നെ കോടമ്പാക്കത്തിൻ്റെ പൾസ് അറിയാവുന്ന തമ്പി കണ്ണന്താനം അയ്യോ അയാളോ എന്ന് ഞെട്ടൽ പ്രകടിപ്പിക്കുന്നു. ആ ഞെട്ടലിന് കാരണമുണ്ട്. നന്നായി പണിയെടുക്കുമെങ്കിലും അയാളുടെ മദ്യപാനശീലം ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. സിനിമയുടെ കാര്യവും കൂടെ അറിഞ്ഞ കാര്യവും അയാളോട് ഡെന്നിസ് ജോസഫ് സൂചിപ്പിച്ചപ്പോൾ സിനിമയിൽ തൻ്റെ ജോലി കഴിയുന്നതുവരെ മദ്യപിക്കില്ല എന്ന ഉറപ്പിൽ അയാൾ രാജാവിൻ്റെ മകൻ സിനിമയുടെ സംഗീത സംവിധായകനായി. പിന്നെയുള്ള 10-12 വർഷങ്ങൾ മലയാള സിനിമയിൽ ആ സംഗീത സംവിധായകൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു. SP വെങ്കടേഷ് എന്ന സംഗീത മാന്ത്രികൻ്റെ. ഗായികയായ മൃദുല വാര്യർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. SP വെങ്കടേഷിൻ്റെ ഈ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള നാളുകളിലും ഇനിയുള്ള വർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗാനത്തിൻ്റെ ഉള്ളായ്മയായിട്ട് മാറേണ്ട ഒന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെയും അദ്ദേഹം പകർന്നു നൽകിയ സംഗീത ലഹരിയെയും ഓർക്കുന്നത്? നമ്മള് സംഗീതജ്ഞർക്ക് മാത്രമല്ല സംഗീത പ്രേമികൾക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇപ്പോ വന്നിരിക്കുന്നത്. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 80s 90s കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു സാറ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പാട്ടുകളും ഒരു 90% പാട്ടുകൾ, അതിന് മുകളിൽ പാട്ടുകളും ഹിറ്റ്സ് ആയിരുന്നു. ഏത് പാട്ടെടുത്ത് നോക്കിയാലും ഹിറ്റായിരുന്നു എന്ന് വേണം പറയാന്. പിന്നെ സാറിന്റെ സംഗീത സംവിധാനത്തില് എടുത്തു പറയാൻ പറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര ഒരു ലാളിത്യം ഉണ്ടായിരുന്നു. ഏതൊരു ഈവൻ മ്യൂസീഷ്യൻസിന് മാത്രമല്ല സാധാരണക്കാർക്ക് പോലും അത് ഏറ്റുപാടാൻ തോന്നുന്ന തരത്തിലുള്ള ഈണങ്ങളായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും എളുപ്പം മൂളി നടക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള, എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈണങ്ങളായിരുന്നു സാറ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളിലേക്ക് ആ ട്യൂൺ മനസ്സിൽ കയറുന്ന അങ്ങനത്തെ ട്യൂണുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹിറ്റ്സ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഒരുവിധം എല്ലാ സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു MG സാറും ചിത്രചേച്ചിയും ഒക്കെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. ഞാൻ MG സാറിന്റെ ഒക്കെ ഷോസിൽ പാടുന്ന സമയത്ത് SP വെങ്കടേഷ് സാറിന്റെ പാട്ടുകളാണ് ഭൂരിഭാഗം പാട്ടുകൾ ഞങ്ങൾ പാടാറുള്ളത് ലൈവില്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഇത്രയും പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹം എല്ലാരിലേക്കും എത്തിയോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പലർക്കും അദ്ദേഹം എന്നുള്ളൊരു മ്യൂസീഷ്യനെ പറ്റി എത്രത്തോളം അറിയാം എന്നുള്ളൊരു, ഇപ്പൊ അദ്ദേഹം നിര്യാതനായതിനു ശേഷം പലരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ കുറച്ചുകൂടെ അതായത് മൃദുല വാര്യർ അദ്ദേഹം നിര്യാതനായതിനു ശേഷം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ആ പാട്ടുകൾ നേരത്തെയും അവർ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് അതിന്റെ ഈണം നൽകിയത്, അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷ് ആണെന്ന് അറിയുമായിട്ടുണ്ടായിരിക്കില്ല അല്ലേ? അതെ, അതൊരു വലിയ സങ്കടമുള്ള കാര്യം. ഞാനിപ്പം എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ സാധാരണ സിംഗിങ് ഫ്രണ്ട്സ് അല്ല, സിംഗേഴ്സ് അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഞാൻ പാട്ടിനെ പറ്റി, ഇപ്പം MG സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാൻ ഈ പാട്ടുകളൊക്കെയാണ് പാടിയത് എന്നൊക്കെ പറഞ്ഞത്. അതാരാണ് മ്യൂസിക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പലരും അറിയുന്നില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, അത് ആര് സൃഷ്ടിച്ചു എന്നുള്ളതിലേക്ക് എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എപ്പോഴും
എപ്പോഴും നമ്മൾ ക്രിയേറ്റർക്കാണല്ലോ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ക്രിയേറ്റേഴ്സ് അവരെല്ലാവരും സിസ്റ്റം സംഗീത സംവിധായകനും അവരുടെ ആണല്ലോ പാട്ടുകൾ. ആ പാട്ടുകൾ നമ്മൾ ഗായകരെടുത്ത് പാടുന്നു എന്നുള്ളതാണല്ലോ, അവർ ഓൺ ചെയ്യുന്നതാണ് സോങ്സ്. അപ്പോ എന്തുകൊണ്ട് ആളുകൾ അത് അറിയുന്നില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ അതെ, സംഗീത സംവിധായകരുടെ ഒക്കെ ഒരു വലിയ കാര്യം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം ഇല്ലാതായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ അദ്ദേഹം ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ നമ്മൾ ഇവിടെ കാണിക്കുമ്പോഴും അത് പാടിയ പാട്ടുകാരുടെ ശബ്ദം നമ്മൾ തിരിച്ചറിയുന്നു, അഭിനയിച്ചവരുടെ മുഖങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നു എന്നല്ലാതെ ആ സംഗീത സംവിധാനം നിർവഹിച്ച സമയത്ത് ആ ചെയ്ത വ്യക്തിയുടെ ഉള്ളിലെ സർഗാത്മകതയെക്കുറിച്ച്, പക്ഷെ അത് എല്ലാ സംഗീത സംവിധായകർക്കും അറിയാം, അങ്ങനെ തന്നെയായിരിക്കും. സംഗീതത്തെ ആത്മാവിൽ അത്രത്തോളം സ്നേഹിക്കുന്നവരായിരിക്കും സംഗീത സംവിധാനം ചെയ്ത വ്യക്തിയെക്കുറിച്ച് ഓർക്കുക, അല്ലേ മൃദുല വാര്യർ? തീർച്ചയായിട്ടും. സംഗീത സംവിധായകർ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു ഭാരിച്ച ജോലിയാണ് കിട്ടുന്നത്. കാരണം ഒരു സിറ്റുവേഷൻ ആണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിൽ നിന്ന് വരേണ്ട ഒരു ശൂന്യതയിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണല്ലോ ട്യൂൺ എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ അതെന്ന് പറയുമ്പോൾ വലിയൊരു ജോലിയാണത്. ഈ സംഗീത സംവിധായകര് ട്യൂണിട്ടത് ലിറിക്സ് എഴുതി പിന്നെയാണ് പാട്ടുകാരിലേക്ക് ആ പാട്ട് എത്തുന്നത്. പിന്നെ സംഗീത സംവിധായകര് പറയുന്ന രീതിയിൽ നമ്മൾ പാടുക എന്നുള്ളൊരു ജോലിയാണ് സിംഗേഴ്സിനുള്ളൂ. അപ്പൊ എത്രത്തോളം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ റോൾ എന്നുള്ളത് എത്രത്തോളം നമ്മളെല്ലാരും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ പല സൃഷ്ടികളും ഇപ്പൊ പലരും ഇപ്പൊ ന്യൂസിലും ഒക്കെ കണ്ടിട്ട് പലരും അയ്യോ ഇത് ഇദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടായിരുന്നോ എന്നുള്ള രീതിയിൽ അറിയുമ്പോൾ അത് വലിയൊരു സങ്കടമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. വാസ്തവത്തിൽ നമ്മളിപ്പോഴും SP വെങ്കടേഷ് എന്നുള്ള വാക്ക് കേൾക്കണമെങ്കിൽ ആകാശവാണി വെച്ച് നോക്കണം. കാരണം ആകാശവാണിയിൽ മാത്രമാണ് ഗാനങ്ങൾ വരുമ്പോൾ ഇന്ന ആളുടെ രചനയ്ക്ക് SP വെങ്കടേഷ് ഈണം നൽകിയ ഗാനം എന്ന് എടുത്തു പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ റേഡിയോകളിലും ആര് ഈണം നൽകിയെന്നും ഒന്നും പറയാതെ നേരെ പാട്ടുകൾ വന്നു പോവുകയാണല്ലോ ചെയ്യുന്നത്. ഇനി ഉള്ള നാളുകളിൽ മൃദുല വാര്യർ അടക്കമുള്ളവർ ഗാനമേളകളിലും മറ്റും ലൈവ് ഷോകളിലുമൊക്കെ SP വെങ്കടേഷ് സാറിൻ്റെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമെന്നും ആ രീതിയിൽ അതിന് തുടർച്ചയുണ്ടാവുമെന്നും ഞങ്ങൾ പറയാറുണ്ട്. നമ്മള് പാടുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട്. ലിറിസിസ്റ്റിന്റെ പേരും മ്യൂസിക് ഡയറക്ടറുടെ പേരും പറഞ്ഞിട്ടാണ് പാടാറുള്ളത്. കാരണം അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലുതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ തന്നെ ഗാനങ്ങളുടെ ലോകത്തെ നിലാവേ മായുമോ എന്ന് ചോദിക്കുമ്പോൾ മായുന്നില്ല എന്നുള്ള ഒരു തുടർച്ചയായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നു. വളരെ നന്ദിയുണ്ട് ഈ നിമിഷങ്ങളിൽ അദ്ദേഹത്തെ ഓർത്തതിനും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെ ഓർത്തതിനും. മൃദുല വാര്യരാണ് ഗായിക നമ്മോട് സംസാരിച്ചത്. എന്തായാലും കേരളത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള വളർച്ചയിലേക്ക് പോയി. പ്രത്യേകിച്ചും രാജാവിൻ്റെ മകനിലെ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, പാടാം ഞാൻ ആ ഗാനം വീണ്ടും ഇതാ ഇതാ എന്നിങ്ങനെയുള്ള ആ രണ്ട് പാട്ടുകൾ അതൊരു നിമിത്തം പോലെയായിട്ട് മാറി. മലയാളികൾ വീണ്ടും വീണ്ടും ആ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതം ഏറ്റുപാടി. പാട്ടുകൾ ഓരോന്നും എടുത്തു പറയാൻ എന്നാൽ അവസാനം ഉണ്ടാവില്ല. എത്ര ഹിറ്റ് ഗാനങ്ങളാണ് ഇന്നും നാം പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. ദക്ഷിണേന്ത്യൻ സിനിമയുടെ തുടക്കകാലത്ത് പ്രശസ്തരായിട്ടുള്ള സംഗീത സംവിധായകരുടെയൊക്കെ ഒപ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ പ്രവർത്തിച്ച പഴനി മാസ്റ്ററുടെ മകന് ആ കർമ്മചക്രം പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരുന്നു. പറയാതെ ഇന്ന് നീ മാഞ്ഞു പോയില്ലേ, നിലാവേ മായുമോ കിനാവും നോവുമായി എന്ന് സൂചിപ്പിക്കുന്നു. വിട SP വെങ്കടേഷ് മാസ്റ്റർ. നന്ദി. ഒരു കാലഘട്ടത്തെ മനോഹരമാക്കിയതിന് ആദരാഞ്ജലി. നന്ദി.